വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇതുവരെ ചെയ്തിട്ടുള്ള PHP ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മോണോലിത്ത് ആണെന്ന് പറയാം. എന്താണ് മോണോലിത്ത് എന്ന് പറയുന്നത്? നമ്മളുടെ എല്ലാ ലോജിക്കും ഒരുമിച്ച് ഒരു കോഡ് ബേസ് ആക്കി ചെയ്യുന്നതിനാണ് മോണോലിത്ത് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്ത PHP ആപ്ലിക്കേഷനിൽ ഫ്രണ്ട് എൻഡ് ഉണ്ട്, ലോജിക് കോഡ് HTML ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, CSS ഉണ്ട്, അതൊക്കെ ഒരുമിച്ചാണ് അല്ലെ. അതിന്റെ കൂടെ തന്നെ PHP കോഡ് ഉണ്ട്, അതായത് ബിസിനസ് ലോജിക് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള കോഡും ഉണ്ട്, ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാനോ റീഡ് ചെയ്യാനോ ഒക്കെ ഉള്ള കോഡുണ്ട്. അങ്ങനെ എല്ലാ കോഡുകളും ഒരുമിച്ചായിട്ട് ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യുന്നതിനാണ് മോണോലിത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ മോണോലിത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോഡ് ഒരുപാട് വളർന്ന് വലിയൊരു സോഫ്റ്റ്വെയർ ആകുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ബഗ് വന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതിൽ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഡെവലപ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പുതിയൊരു ഡെവലപ്പർ വന്നിട്ട് അത് റീഡ് ചെയ്ത് മനസ്സിലാക്കി എവിടെയാണ് ഇതിന്റെ കോഡ് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് ഒരുപാട് ബഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോൾ പല സ്ഥലത്ത് അതിനെ ബാധിക്കുകയും ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാതാവുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഉള്ളത്, ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബഗ് കാരണം ആ എൻറ്റയർ സോഫ്റ്റ്വെയർ തന്നെ വർക്ക് ചെയ്യാതാവും. കാരണം ഇത് ഒരുമിച്ചായിട്ട് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിലൊരു മെയിൻ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ എൻറ്റയർ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. പിന്നെ അതിന് റീഡബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും. അതായത് നമുക്ക് വായിച്ച് പുതിയൊരു ഡെവലപ്പറിനെ കമ്പനിയിൽ ഓൺബോർഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇതിന്റെ ലോജിക്ക് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളതിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് മോണോലിത്ത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒറ്റൊരു കോഡ് ബേസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട എന്നുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഡിസഡ്വാൻറ്റേജിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് എവിടെയും യൂസ്ഫുൾ ആവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ക്ലയന്റ് ഡിവൈസസ് ഉണ്ടാവും. ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഡിവൈസസിനാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ബ്രൗസർ ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ആ ബ്രൗസറിനെ നമുക്ക് ക്ലയന്റ് എന്ന് വിളിക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ മൊബൈലിൽ ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പം മൊബൈൽ ആപ്ലിക്കേഷൻ വേണം. ഇനി അതല്ല, ഈ ഒരു സോഫ്റ്റ്വെയറിന് അഡ്മിൻ പാനൽ വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറന്റില് അല്ലെങ്കിൽ ഡെലിവറി എന്തെങ്കിലും ഫുഡ് ഡെലിവറി ചെയ്യുന്ന സൊമാറ്റോന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സൊമാറ്റോ ഡാറ്റാബേസ് സെപ്പറേറ്റ് ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. അപ്പോൾ ആ സൊമാറ്റോ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിന് അവരുടേതായ ഒരു അഡ്മിൻ പാനൽ ഉണ്ട്, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അവർക്ക് ഓർഡേഴ്സ് വരുന്നതും പോകുന്നതൊക്കെ അതിലൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവർക്ക് വേറൊരു അഡ്മിൻ ആപ്ലിക്കേഷൻ, സൊമാറ്റോക്ക് തന്നെ ഒരു അഡ്മിൻ ആപ്ലിക്കേഷൻ ഉണ്ടാവും. പിന്നെ മേ ബി ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും കസ്റ്റമേഴ്സിന് ഓർഡർ ചെയ്യാൻ. അപ്പോ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ആയി ഇവിടെ മോണോലിത്ത് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ ബിസിനസ് ലോജിക്കും ഡാറ്റ ലോജിക്കും എഴുതണം. അപ്പോൾ നമ്മൾ ചെയ്ത കോഡ് തന്നെയാണ് എല്ലായിടത്തും എഴുതാൻ പോകുന്നത്. പക്ഷെ ചിലതിൽ ബഗ് ഉണ്ടാവും, ഏതെങ്കിലും ചിലപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ബഗ് ഉണ്ടാവും, വെബ് ആപ്ലിക്കേഷനിൽ ബഗ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കൺസിസ്റ്റൻസി ഇഷ്യൂസും വരും. മൊബൈൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ലോജിക്ക് എഴുതാൻ പറ്റില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. മൊബൈൽ ആപ്ലിക്കേഷൻ എപ്പോഴും നമ്മൾ ഫ്രണ്ട് എൻഡ് ആണ് ഉണ്ടാവുക. സിമ്പിൾ ആയിട്ടുള്ള ടു ഡു ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ മൊബൈലിൽ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ മാത്രമേ ആ ലോജിക്ക് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ ഡാറ്റാബേസ് ലോജിക് ഒക്കെ ഉള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ലോജിക്ക് സെപ്പറേറ്റ് തന്നെ എഴുതണം. അപ്പോൾ ഇതാണ് മോണോലിത്ത് ആയി കഴിഞ്ഞാലുള്ള ഇഷ്യൂസ്. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യാം? മോണോലിത്ത് ആപ്ലിക്കേഷൻ സോൾവ് ചെയ്യുന്നത് അതിനെ സെപ്പറേറ്റ് ആയിട്ട് പിരിക്കണം. അതായത് ബാക്ക് എൻഡ് വേറെ, ഫ്രണ്ട് എൻഡ് വേറെ, അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ലെയർ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കൺസെപ്റ്റിന് പറയുന്ന പേരാണ് റെസ്റ്റ് അല്ലെങ്കിൽ മൈക്രോ സർവീസ് എന്നൊക്കെ പറയുന്നത്. റെസ്റ്റിന്റെ ഫുൾ ഫോം റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. ഈ ഒരു ഡയഗ്രാത്തിൽ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ബാക്ക് എൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ബാക്ക് എൻഡ് തിരിച്ച് മൊബൈൽ ആപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ സെയിം ബാക്ക് എൻഡ് ആയിട്ടാണ് വെബ് ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ സെയിം ബാക്ക് എൻഡ് ആയിട്ട് തന്നെ അഡ്മിൻ ആപ്പ് അല്ലെങ്കിൽ IoT ആപ്പ്. IoT എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ചെറിയ ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ, ക്യാമറാസ് അല്ലെങ്കിൽ സെൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിവൈസുകളൊക്കെയാണ് IoT എന്ന് പറയുന്നത്. IoTക്കും സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെയിം ബാക്ക് എൻഡ് ആയിട്ടാണ്. അങ്ങനെ ഈ ബാക്ക് എൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡാറ്റാബേസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
അപ്പൊ ഈ ഡാറ്റാബേസിലാണ് നമ്മൾ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ബിസിനസ് ലോജിക്കും ഡാറ്റ ആക്സസ് ചെയ്യുന്ന ലെയർ ഒക്കെയാണ് നമ്മൾ ബാക്ക് എൻഡിൽ എഴുതുന്നത്. ബാക്ക് എൻഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അതേപോലെ തന്നെ ചിലവരൊക്കെ ആപ്ലിക്കേഷൻ, നമ്മൾ പൊതുവെ ആപ്ലിക്കേഷനെ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എന്ന് വിളിക്കും. അതായത് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ ഫ്രണ്ട് എൻഡ് എന്നും, അതേപോലെ അഡ്മിൻ പാനൽ ഉണ്ടാവില്ല, അവർക്ക് റിക്വസ്റ്റുകളൊക്കെ കാണാനുള്ള, ഇപ്പോൾ ഒരു സൊമാറ്റോ ഓർഡറിംഗ് സിസ്റ്റം ആണെങ്കിൽ അവരുടെ റിക്വസ്റ്റുകളൊക്കെ കാണാനുള്ള റെസ്റ്റോറന്റിന്റെ ആപ്ലിക്കേഷൻ അവർ ബാക്ക് എൻഡ് എന്ന് വിളിക്കാറുണ്ട് ചിലരൊക്കെ. അപ്പൊ ആ ടേംസ് അതിന്റെ കണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കിയാൽ മതി, എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കണ്ടെക്സ്റ്റ് നോക്കിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മോണോലിത്ത് ഒഴിവാക്കിയിട്ട് റെസ്റ്റ് API ആവുന്ന സമയത്ത് ഈ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് റെസ്റ്റ് API ആയിരിക്കും. ആ റെസ്റ്റ് API ഉപയോഗിച്ചാണ് മൊബൈൽ ആപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതേപോലെ വെബ് ആപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ക് എൻഡ് നമുക്ക് ഒരിക്കൽ ചെയ്താൽ മതി, ഒരു സെപ്പറേറ്റ് ആക്കി ചെയ്താൽ മതി. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട, അതിന്റെ കോഡ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം കോഡ് ഉപയോഗിച്ച് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെയിം കോഡ് ഉപയോഗിച്ച് ഇത്രയും ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഇതിലധികം ആപ്ലിക്കേഷൻസോ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസ്റ്റ് API ആണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസിന്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഈ റെസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റെസ്റ്റ് അല്ലെങ്കിൽ മൈക്രോ സർവീസ് ആർക്കിടെക്ചർ എന്ന് പറയും. മോണോലിത്ത് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ആണ്. അതേപോലെ റെസ്റ്റ് അല്ലെങ്കിൽ മൈക്രോ സർവീസ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ആണ്. റെസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു. അതേപോലെ മൈക്രോ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിപ്പോ ഒരു നമ്മൾ ഡിഫറെന്റ് ലെയർ ആയിട്ട് തിരിച്ചതാണ്. ഇതിനെ തന്നെ നമ്മൾ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് മൈക്രോ സർവീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു സെപ്പറേറ്റ് സർവീസ്, സെപ്പറേറ്റ് ബാക്ക് എൻഡ് ഉണ്ടാവും, സെപ്പറേറ്റ് ഡാറ്റാബേസ് ഉണ്ടാവും, സെപ്പറേറ്റ് API ലെയർ ഉണ്ടാവും. പിന്നെ കാർട്ട് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് API, സെപ്പറേറ്റ് ബാക്ക് എൻഡ്, സെപ്പറേറ്റ് ഡാറ്റാബേസ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനെ തിരിക്കുന്നതിനാണ് മൈക്രോ സർവീസ് എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോ സർവീസ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സർവീസ് ഡൗൺ ആയി കഴിഞ്ഞാലും മറ്റു സർവീസ് വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് കാർട്ടിന്റെ സർവീസ് ഡൗൺ ആണ്, അതിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് ഡൗൺ ആയി. പക്ഷെ അപ്പോഴും കസ്റ്റമേഴ്സിന് ഈ ആമസോണിൽ വന്നിട്ട് പ്രൊഡക്റ്റുകളൊക്കെ കാണാൻ പറ്റും. കാർട്ടിലേക്ക് ആഡ് ചെയ്ത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യാനും കാണാനും ഒക്കെ പറ്റും. അപ്പൊ അതാണ് മൈക്രോ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ മോണോലിത്ത് ആണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നുണ്ട് റെസ്റ്റ് API ആണ്. റെസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ റെസ്റ്റ് ആർക്കിടെക്ചർ ഉപയോഗിച്ച് നമ്മൾ സോഫ്റ്റ്വെയർസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രിൻസിപ്പിൾ റൂൾസ് ആണ് API എന്ന് പറയുന്നത്. APIന്റെ ഫുൾ ഫോം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. അത് എന്ന് പറയുന്നത് ഒരു റൂൾസ് ആൻഡ് ഡെഫിനിഷൻസ് ആണ്. ഒരു സോഫ്റ്റ്വെയറിന് മറ്റൊരു സോഫ്റ്റ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു റൂൾസ് ആൻഡ് ഡെഫിനിഷൻ ആണ് API എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് APIന്റെ കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഡയഗ്രത്തിൽ കണ്ടതുപോലെ നിങ്ങളൊരു ക്ലയന്റ് ആണ്. നിങ്ങളൊരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് ആ വെയിറ്ററിനോട് എന്തെങ്കിലും നിങ്ങൾ ഓർഡർ കൊടുക്കണം. അപ്പോൾ നിങ്ങളാണ് അവിടെ ക്ലയന്റ്. ആ വെയിറ്റർ എന്ന് പറയുന്ന വെയിറ്ററിന് നമുക്ക് API എന്ന് പറയാം. ആ വെയിറ്റർ എന്ത് ചെയ്യും, കിച്ചണിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അവിടുന്ന് എടുത്തു കൊണ്ടുതരും. അപ്പൊ ആ കിച്ചൺ ആണ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് വെയിറ്ററിന് എന്താണ് വേണ്ടത്. ഈ റിക്വസ്റ്റുമായിട്ടാണ് API കിച്ചണിലേക്ക് പോയി, അതായത് സെർവറിലേക്ക് പോയിട്ട് അവിടുന്ന് എടുത്തുകൊണ്ടുവരുന്നത്. അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ APIയിൽ എന്തുണ്ടാവും, ഒരു റിക്വസ്റ്റ് ഉണ്ടാവും, ഒരു റെസ്പോൺസ് ഉണ്ടാവും. റിക്വസ്റ്റ് കൊടുക്കുന്നത് ആരാണ്, ക്ലയന്റ് ആണ്. പിന്നെ ആ റെസ്പോൺസ് തരുന്നത് ആരാണ്, സെർവർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ API ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ കോഡ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനും സ്കെയിലബിൾ ആയിട്ട് ചെയ്യാനും പറ്റും. സ്കെയിലബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനിക്ക് ആദ്യം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തപ്പോൾ വെബ് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെയിം ബാക്ക് എൻഡ് തന്നെ ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനും ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കെയിലബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ APIയിൽ പല ടൈപ്പ് ഓഫ് APIs ഉണ്ട്. ഒന്ന് വെബ് API. വെബ് API ആണ് നമ്മളിപ്പോൾ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള API. അതായത് HTTP മെത്തേഡ് ഉപയോഗിച്ച് HTTP പ്രോട്ടോകോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. നമ്മൾ ബ്രൗസറിൽ നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടല്ലോ, അതിവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് HTTP പ്രോട്ടോകോൾ ആണ്, അല്ലെങ്കിൽ HTTPS പ്രോട്ടോകോൾ ആണ്. അപ്പൊ ഈ HTTP പ്രോട്ടോകോൾ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർവീസസ് ആണ് APIs എന്ന് പറയുന്നത്, വെബ് APIs എന്ന് പറയുന്നത്. ആ വെബ് APIസിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറി എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് റെസ്റ്റ് API നമ്മളിപ്പോ പറഞ്ഞു, പിന്നെ സോപ്പ് APIs എന്ന് പറഞ്ഞിട്ടുണ്ട്,
OAP, SOAP APIs. പിന്നെ വേറെയുള്ള ഡിഫറെന്റ് ടൈപ്സ് APIs ആണ് ലൈബ്രറി ബേസ്ഡ് APIs, ഓപ്പറേറ്റിംഗ് സിസ്റ്റം APIs, ഡാറ്റാബേസ് APIs എന്നൊക്കെ പറയുന്നത്. ഈ ഡാറ്റാബേസ് APIs എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു MySQL ഡാറ്റാബേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡാറ്റാബേസിന് ഒരു നമ്മളുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് പൈത്തൺ ആയിട്ടോ .NET ആയിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു APIs ഉണ്ടാവും. API എന്ന് പറയുന്നത് ഒരു വെബ് API അല്ല, ഒരു സെറ്റ് ഓഫ് ടൂൾസ്. അതിനാണ് ഡാറ്റാബേസ് APIs എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം APIs എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമ്മളെ സോഫ്റ്റ്വെയർസിന് തരുന്ന ഫംഗ്ഷനാലിറ്റീസ്. അതൊരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ട് അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതല്ലെങ്കിൽ ലൈബ്രറി ബേസ്ഡ് APIs. അപ്പൊ അതിലൊക്കെ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് SDK, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റും APIയും ഡിഫറെന്റ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡിന്റെ SDK നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ SDK ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് തന്നെ. അപ്പോൾ ആ SDK നിങ്ങൾ സോഫ്റ്റ്വെയർസിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ജാവ കോഡിൽ അല്ലെങ്കിൽ കോട്ട്ലിൻ കോഡിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അവര് ഡിഫൈൻ ചെയ്തിട്ടുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ക്യാമറ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ള ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടാവും SDKയിൽ. അപ്പോൾ അവരുടെ ഇപ്പൊ ഉദാഹരണത്തിന് camera.open എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആവും. അതേപോലെയുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് SDK എന്ന് പറയുന്നത്. ഇനി REST API നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിൽ APIയിൽ REST API അല്ലെങ്കിൽ വെബ് API ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഒന്ന് സ്റ്റേറ്റ്ലെസ് ആണ്. അതായത് സ്റ്റേറ്റ് നമ്മൾ സെഷനും കാര്യങ്ങളൊന്നും ബൈൻഡ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ്ലെസ് ആയിട്ട് എന്താണോ കൊടുക്കുന്നത് അത് കൊണ്ടുപോകുന്നു, തിരിച്ച് റെസ്പോൺസ് വരുന്നു. പിന്നെ ക്ലയന്റ് സെർവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ കാഷബിൾ ആണ്, ക്യാഷ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരേ APIനെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസ് ക്യാഷ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാതെ, സെർവറിനെ റിക്വസ്റ്റ് ചെയ്യാതെ ക്യാഷ് എടുക്കാൻ പറ്റും. പിന്നെ യൂണിഫോം ഇന്റർഫേസ് ആയിരിക്കണം. നമ്മൾ REST API ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിക്വസ്റ്റിനും റെസ്പോൺസിനും URLനും ഒക്കെ ഒരു യൂണിഫോം അപ്രോച്ച് വേണം. അതായത് സെയിം റിക്വസ്റ്റ് ടൈപ്പോ അല്ലെങ്കിൽ ഡാറ്റ ഒക്കെ പാസ് ചെയ്യുന്ന കീ പാരാമീറ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. പിന്നുള്ള ഒന്നാണ് നമ്മൾ ഒരു HTTP മെത്തേഡിലൂടെ നമ്മൾ API ഉപയോഗിച്ച് വെബ് API റിക്വസ്റ്റ് ചെയ്യുമ്പോഴുള്ള മെയിൻ പാർട്സ് എന്ന് പറയുന്നത് HTTP മെത്തേഡ്സ് ആണ്. നമ്മൾ REST API ഉപയോഗിക്കുന്ന സമയത്തുള്ള അതിലെ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ APIസിലുള്ള ഡിഫറെന്റ് പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് HTTP മെത്തേഡ് ആണ്. നമ്മൾ ഈ API റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് HTTPയിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ചാണ്. ഒന്ന് ഗെറ്റ്, പിന്നെ പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഗെറ്റ് API നമ്മൾ അല്ലെങ്കിൽ ഗെറ്റ് HTTP മെത്തേഡ് ഉപയോഗിക്കുന്നത് ആ ഒരു വേർഡിന്റെ മീനിങ് പോലെ തന്നെ ഗെറ്റ് നമുക്ക് എടുക്കുക അല്ലെ. അതായത് നമുക്ക് സെർവറിന് എന്തെങ്കിലും ഒരു ഡാറ്റ റീഡ് ചെയ്തെടുക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് കാണണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് കാണണം, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതൊക്കെ ഗെറ്റ് APIs ആണ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ ബ്രൗസറിൽ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് ഗെറ്റ് HTTP മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇനി പോസ്റ്റ് നമ്മൾ നോക്കിയതാണ്. നമ്മൾ ഫോം ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഡാറ്റ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് HTTP മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പോസ്റ്റിന്റെ ആ ഇംഗ്ലീഷ് വാക്കിന്റെ മീനിങ് പോലെ തന്നെ പോസ്റ്റ് ചെയ്യുക. അതായത് നമ്മളെടുത്തൊരു ഡാറ്റ ഉണ്ട്, അത് സെർവറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അതായത് ഒരു സ്റ്റുഡന്റിനെ ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ നമ്മളെ ഡാറ്റ സെർവറിനെ പാസ് ചെയ്ത് കൊടുത്തിട്ട് പറയുന്ന എന്തെങ്കിലും റിക്വസ്റ്റ് പറയുന്നതിനാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ ക്രൂഡ് ഓപ്പറേഷനിൽ ക്രിയേറ്റിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഉപയോഗിക്കുന്നത്. ക്രൂഡിൽ റീഡിന് വേണ്ടിയിട്ടാണ് ഗെറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പുട്ട് മെത്തേഡ്. പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നിലവിലുള്ള ഡാറ്റനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ പാച്ച് മെത്തേഡ്. ഇനി ഡിലീറ്റ് മെത്തേഡ് അതിന്റെ മീനിങ് പോലെ തന്നെ ഏതെങ്കിലും നിലവിലുള്ള ഒരു ഡാറ്റനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു API ഉണ്ടെങ്കിൽ അതിന്റെ മെത്തേഡ് ഡിലീറ്റ് ആയിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ആദ്യം HTTP മെത്തേഡ് എന്താണ് ഡിഫൈൻ ചെയ്തു. ഒരു ബ്രൗസറിൽ നമ്മൾ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഗെറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് അവിടെ എന്താണ്ടാവുക, ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ ഒരു URL ലിങ്ക് ഉണ്ടാവും അല്ലെ. ആ ലിങ്ക് അതിനെ പറയുന്ന പേരാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതാണ് അതിന്റെ ഫുൾ ഫോം. ഒരു URL ഉണ്ടാവും.
ആ URL തന്നെ ഒരു സ്പെസിഫിക് പാത്ത് ഉണ്ടാവുമല്ലോ, അതാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് api.google.com/students അങ്ങനെയാണെങ്കിൽ അതിൽ /students എന്ന് പറഞ്ഞല്ലോ, അതാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ കംപ്ലീറ്റ് ലിങ്കിനെയാണ് URL എന്ന് പറയുന്നത്. അപ്പോൾ ഈ APIയിൽ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു എൻഡ് പോയിന്റ് ആണ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗെറ്റ് ഉപയോഗിച്ചായിരിക്കും, ഗെറ്റ് HTTP മെത്തേഡ്. എന്നിട്ട് അവിടെ തന്നെ നമുക്ക് റിക്വസ്റ്റും റെസ്പോൺസും ഉണ്ടാവും. നമ്മൾ പറഞ്ഞു, നമ്മൾ സെർവറിന് അയക്കുന്ന ഡാറ്റയ്ക്കാണ് റിക്വസ്റ്റ് അല്ലെങ്കിൽ പേലോഡ് എന്ന് പറയുന്നത്. ഇനി ആ റിക്വസ്റ്റ് നമ്മൾ കൊടുത്ത സെർവർ തിരിച്ചു തരുന്ന ആ ഒരു റെസ്പോൺസ് ഉണ്ടാവല്ലോ, അതിനെയാണ് നമുക്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പോൺസ് തിരിച്ചു തരുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് സ്റ്റാറ്റസ് കോഡ്സ് ഉണ്ടാവും. അപ്പോൾ സെർവറിന് നമ്മൾ ഡാറ്റ കൊടുത്തു, സെർവർ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ബിസിനസ് ലോജിക് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു തരുമ്പോൾ അതിന്റെ കൂടെ ഒരു സ്റ്റാറ്റസ് കോഡ് കൂടെ അറ്റാച്ച് ചെയ്യും. അത് ഒരു സീരീസ് ആയിരിക്കും, 100 സീരീസ് അല്ലെങ്കിൽ 200 സീരീസ് അല്ലെങ്കിൽ 300, 400, 500 ഇങ്ങനെയാണ് സീരീസുകളുള്ളത്. അപ്പൊ ഈ സീരീസിൽ പെട്ട ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് കോഡ് ആയിരിക്കും ഉണ്ടാവുക. 100 സീരീസ് എന്ന് പറയുന്നത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കോഡാണ്. 200 സീരീസ് എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുള്ള ക്രിയേറ്റഡ് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് സക്സസ്, നമുക്ക് ഡാറ്റ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 200 ഓക്കെ ആണ് ഉണ്ടാവുക. ഇനി 300 സീരീസ് എന്ന് പറയുന്നത് റീഡയറക്ഷണൽ സ്റ്റാറ്റസ് കോഡാണ്. അതായത് നിങ്ങളുടെ ഒരു ഓൾഡ് വെബ്സൈറ്റ് പുതിയ വെബ്സൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തു, അപ്പൊ പഴയ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾ റീഡയറക്ട് ചെയ്തിട്ട് പുതിയ വെബ്സൈറ്റിലേക്ക് വിടും. അപ്പോഴൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന 300 സീരീസിലുള്ള സ്റ്റാറ്റസ് കോഡ് ആയിരിക്കും. 400 സീരീസ് എന്ന് പറയുന്നത് ക്ലയന്റ് എറർ, അതായത് നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ടൂളിന്റെ ഭാഗത്തുള്ള എറർ ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ലോഗിൻ API ആണ് ഹിറ്റ് ചെയ്യുന്നത്, REST API ആണ് ഹിറ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കൊടുത്ത യൂസർ നെയിമോ പാസ്വേഡോ തെറ്റാണെങ്കിൽ അത് നിങ്ങൾ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അതിന്റെ റെസ്പോൺസ് വരും, എന്താണ്, അൺഓതറൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അതിന്റെ കൂടെ ഉണ്ടാവുന്ന സ്റ്റാറ്റസ് കോഡ് 400 സീരീസിലായിരിക്കും. ഇനി 500 സീരീസിലുള്ള സ്റ്റാറ്റസ് കോഡ് എവിടെയാണ് ഉണ്ടാവുക? 500 സീരീസ് എന്ന് പറയുന്നത് ഇന്റേണൽ സെർവർ എറർ വരുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ 500 സീരീസിൽ ഒരുപാട്, എല്ലാത്തിലും 400 സീരീസിലൊക്കെ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ 500 വന്നു കഴിഞ്ഞാൽ ഇന്റേണൽ സെർവർ എറർ, അതായത് നിങ്ങളുടെ കോഡിൽ, അതായത് സെർവർ ഈ ബാക്ക് എൻഡ് കോഡ് ആരാണോ ചെയ്തത് അതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അതിലൊരു ബഗ് കാരണം ആ സോഫ്റ്റ്വെയർ ഫെയിലായി. അപ്പോഴാണ് 500 സീരീസിലുള്ള എറർ വരുന്നത്. 400 സീരീസിലുള്ള എററിന് വേറൊരു എക്സാമ്പിൾ ആണ് 404. നിങ്ങൾ കൊടുത്ത URL തെറ്റാണ്, അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ പാസ് ചെയ്ത ID ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു റിസോഴ്സ് ഇല്ല എന്നൊക്കെ പറയുന്ന 404 നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന എറർ. അപ്പോൾ ഈ ഓരോ സീരീസിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാറ്റസ് കോഡ്സ് ഉണ്ട്, അത് നോക്കി വെക്കണം. ഇതൊക്കെ ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ആണ്. HTTP മെത്തേഡ്സ്, എൻഡ് പോയിന്റ് URL, റിക്വസ്റ്റ്, റെസ്പോൺസ്, സ്റ്റാറ്റസ് കോഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കണം. ഇനി ഈ ഒരു APIs അല്ലെങ്കിൽ REST APIs ഒക്കെ ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ, ഒരു വെബ് ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറിൽ നിന്ന് നമുക്ക് APIs ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അജാക്സ് എന്ന് പറയുന്നത്. അജാക്സിന്റെ ഫുൾ ഫോം അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. അപ്പോൾ അജാക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞിട്ടുള്ള XML എന്താണെന്ന് നോക്കാം. XML എന്ന് പറയുന്നത് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, അതായത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉപയോഗിച്ചിരുന്ന ഒരു ഫോർമാറ്റ് ആണ് XML എന്ന് പറയുന്നത്. അപ്പോൾ ഒരു XML ഡാറ്റ എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ ഒരു നോട്ടാണെന്ന് വിചാരിക്കുക, ഒരു ഡാറ്റ ഞാൻ പാസ് ചെയ്യാണ്, സ്റ്റോർ ചെയ്യാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. XML ടാഗ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഓരോന്നിനും ഓരോ ടാഗ് ഉണ്ടാവും. അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞൊരു ഡാറ്റയാണ് അയക്കുന്നത്. എനിക്ക് പോൾ ബോബി ഒരു റിമൈൻഡർ അയക്കുകയാണ്, ടീച്ച് മീ ഈ വീക്കെൻഡിൽ പോള് DSA പഠിപ്പിച്ചു തരണം എന്നുള്ള ഒരു റിമൈൻഡർ അയക്കാണ് എനിക്ക്. അപ്പോൾ അവിടെയുള്ള നോട്ട് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു. കസ്റ്റം ആയിട്ടുള്ള ഇങ്ങനെ ടാഗ് ഉപയോഗിക്കാൻ പറ്റും. HTML നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗ് ഉണ്ടല്ലോ, അതേപോലെ XML നോട്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ടു എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അൻഷാദ്, ആർക്കാണ് അൻഷാദ്, അതിൻ്റെ ഉള്ളിൽ ബോഡി എടുത്തെന്നാണ് അൻഷാദ്, ടു ടാഗ് ക്ലോസ് ചെയ്തു. ഫ്രം ടാഗ് ഓപ്പൺ ചെയ്തു, അതിൽ പോൾ ബോബി ആർ എടുത്തെന്നുള്ളത് കൊടുത്തു, ഫ്രം ക്ലോസ് ചെയ്തു. ഹെഡിങ് റിമൈൻഡർ ആണെന്നുള്ളത്, അതേപോലെ ബോഡി എന്താണെന്നുള്ളത്, പിന്നെ ലാസ്റ്റ് നോട്ട് ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഡാറ്റ ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഏത് ടാഗ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിനും അറിയാൻ പറ്റും എന്തൊക്കെയാണ്
അവരുമായിട്ട് ഒരു ഡീൽ ഉണ്ടാവും, ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അതായത് നീ അയക്കേണ്ടത് ഡാറ്റ അയക്കുന്നത് ഈ ഒരു ടാഗിന്റെ ഉള്ളിലായിരിക്കണം എന്നുള്ള ഒരു എന്തുണ്ടാവും, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ആ എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ട് എന്തെയും ബാക്ക് എൻഡ് കോഡും എഴുതും, ഫ്രണ്ട് എൻഡ് കോഡും എഴുതും. അപ്പോൾ രണ്ട് സ്ഥലത്തും അവർക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്ക് എൻഡ് എന്ത് ചെയ്യും, ഈ ഡാറ്റ പാർസ് ചെയ്തിട്ട് ഈ ടാഗിന്റെ ഉള്ളിലുള്ള ഡാറ്റ എടുക്കും, ഫ്രണ്ട് എൻഡും അതേപോലെ തന്നെ പാർസ് ചെയ്തിട്ട് ഡാറ്റ എടുക്കും. അപ്പോൾ ഇതിനാണ് XML എന്ന് പറയുന്നത്. അപ്പൊ XML പൊതുവെ കുറച്ച് ഹെവി ആണ്. ഒരുപാട് ഡാറ്റാസ് ഒക്കെ അയക്കുന്ന സമയത്ത് അതിന്റെ സൈസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ പാർസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടാഗിന്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ ബോഡി കണ്ടുപിടിക്കുന്നു, അങ്ങനെ പാർസ് ചെയ്ത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ എഫിഷ്യൻസിനെ ബാധിക്കും സോഫ്റ്റ്വെയറിന്റെ. അപ്പോൾ ഈ ഒരു XML പ്രചാരത്തിലുള്ള കാലത്താണ് അജാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അജാക്സ് വന്നു, അതുകൊണ്ടാണ് അതിന് പേര് അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML എന്ന് വന്നത്. അതിന് ശേഷമാണ് നമുക്ക് ജേസൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ. ജേസൺ എന്ന് പറയുന്നത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് സിമ്പിൾ ആയിട്ട് വലിയ പാർസിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ആണ് ജേസൺ എന്ന് പറയുന്നത്. ജേസൺ വേറെ ഒന്നല്ല, നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റ് എന്ന് തന്നെ പറയാം. ജാവാസ്ക്രിപ്റ്റിലെ നമ്മൾ ഒബ്ജക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന, കേളി ബ്രേസ് ടു കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആക്സസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇപ്പൊ ഇതൊരു റെസ്പോൺസ് ആണ്, റെസ്പോൺസ് ഡോട്ട് നെയിം, റെസ്പോൺസ് ഡോട്ട് ഏജ്, ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് സ്ട്രിങ്, നമ്പർ, ബൂളിയൻ, അറേ, ഒബ്ജക്റ്റ് ഇങ്ങനെ എന്തും പാസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ജേസൺ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അജാക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് അജാക്സ് കമ്മ്യൂണിക്കേറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് ജേസൺ ആയിട്ടായിരിക്കും, അതേപോലെ തന്നെ റെസ്പോൺസ് കിട്ടുന്നതും ജേസൺ ആയിട്ടായിരിക്കും. XML ഇന്നത്തെ കാലത്ത് പൊതുവെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്തു വെക്കാൻ അവിടെയും ജേസൺ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചില ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ XML ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഒരു ബ്രൗസറിൽ ഒരു നെറ്റ്വർക്ക് API കോൾ ചെയ്യാൻ കാണുന്നത് എവിടെയായിരിക്കും, നമ്മൾ ബ്രൗസറിൽ പോയിട്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ നെറ്റ്വർക്ക് ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ API കോൾസ് ഒക്കെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ API കോൾസിന്റെ റിക്വസ്റ്റ് റെസ്പോൺസ് ഒക്കെ കാണാൻ പറ്റുന്നത്. അവിടെ തന്നെ ബ്രൗസറിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ടോപ്പിൽ ഓള്, ഫെച്ച് ഓർ എക്സെട്ര, ഡോക്ക്, CSS, JS, ഫോണ്ട്, ഇമേജ്, അങ്ങനെ ഈ ഒരു വെബ് പേജിൽ ഏതൊക്കെ CSS ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ CSS സെലക്ട് ചെയ്തിട്ട് പേജ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ CSS ലോഡ് ചെയ്തെന്നുള്ള കാണാൻ പറ്റും. ബൂട്ട് സ്ട്രാപ്പിന്റെ CSS, ബൂട്ട് സ്ട്രാപ്പ് ഐക്കൺസ് CSS, സ്റ്റൈൽ ഡോട്ട് CSS. അപ്പൊ അതേപോലെ തന്നെ ഫെച്ച് ഓർ എക്സെട്ര എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ ഈ പേജിൽ ലോഡ് ചെയ്യുന്ന APIs നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ APIs ചിലപ്പോൾ ലോഡ് ചെയ്യുന്ന ഇനീഷ്യൽ പേജ് ലോഡിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആയിരിക്കാം. അപ്പോൾ ഓരോ ഇന്ററാക്ഷനിലും നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ ഈ പേജ് ലോഡിൽ ഇവിടെ ഒരു API കോള് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ APIനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഹെഡർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു APIക്ക് ഒരു URL ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ ജനറൽ എന്ന് പറയുന്നത് റിക്വസ്റ്റ് URL കാണുന്നത്. HTTP ആണ് പ്രോട്ടോകോള്. അതിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്ന പാർട്ടാണ്, ഈ ഒരു പാർട്ടാണ് ഹോസ്റ്റ്, ലോക്കൽ ഹോസ്റ്റ് ആണ്. അത് ചിലപ്പോൾ അത് google.com ആയിരിക്കാം. പിന്നെ കോളൻ ഇട്ടിട്ട് കാണുന്ന ഇതാണ് നമ്മളെ പോർട്ട് എന്ന് പറയുന്നത്, 9004 എന്ന് പറഞ്ഞ പോർട്ടിലാണ്. പിന്നെ ബാക്കിയുള്ളതാണ് പാത്ത്, നമ്മൾ പറഞ്ഞ ആ ഒരു ഫോൾഡർ, ഈ പ്രൊജക്ടിന്റെ ഫോൾഡറോ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിന്റെ ഫോൾഡറോ ആയിരിക്കും. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ API.php എന്ന് പറഞ്ഞ ഫയൽ, ഇതാണ് പാത്ത് എന്ന് പറയുന്നത്. പിന്നെ URL ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്വറി പാരാംസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഓരോ പാരാമീറ്റേഴ്സും കീ വാല്യൂ ആയിട്ട് ഈക്വൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ കീ വാല്യൂ പേഴ്സ് ആംപ്രസെന്റ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മോണോലിത്ത് ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ നമ്മൾ മെയിൻ ബ്രൗസറിന്റെ URL ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. നമ്മൾ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഐറ്റം പെർ പേജ് എത്ര വേണം, സോർട്ട് ഏത് ആണ് സോർട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളത് അജാക്സ് ആക്കുമ്പോൾ നമ്മൾ URL നമുക്ക് കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ക്ലയൻസിനോ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ നെറ്റ്വർക്ക് ടാബിലായിരിക്കും റിക്വസ്റ്റ് അയക്കുന്നത്. ഞാൻ പറഞ്ഞ ഇവിടെ റിക്വസ്റ്റ് മെത്തേഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. റിക്വസ്റ്റ് മെത്തേഡ് ഇതാണ്, ഗെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് സെർവറിൽ പോയി തിരിച്ചു വരുമ്പോൾ സ്റ്റാറ്റസ് കോഡാണ് 200, ഓക്കെ ആണ്, അത് വർക്കിംഗ്, ഗ്രീൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള സെഷൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഹെഡേഴ്സിന്റെ താഴെ റെസ്പോൺസ് ഹെഡർ കാണാൻ പറ്റും. റെസ്പോൺസ് ഹെഡർ എന്ന് പറയുന്നത് നമ്മൾ സെർവറിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സെർവർ അറ്റാച്ച് ചെയ്യുന്ന ഹെഡേഴ്സ് ആണ്.
അപ്പൊ അതിൽ കണ്ടന്റ് ടൈപ്പ്, അതായത് ആപ്ലിക്കേഷൻ ജേസൺ ആയിട്ടാണ് ഈ ഒരു ഡാറ്റ തിരിച്ച് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഓർ ജേസൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹോസ്റ്റ് ഏതാണ്, ഈ സെർവർ പവേർഡ് ബൈ ഏത് സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിക്വസ്റ്റ് ഹെഡേഴ്സ്, നമ്മൾ ഈ റിക്വസ്റ്റ് സെർവറിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ബ്രൗസർ തന്നെ പാസ് ചെയ്യുന്നതാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂസർ ഏജന്റ് എന്ന് പറയുന്നത് ഏത് ബ്രൗസർ ആണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അയക്കുന്നത്. ഇനി അതേപോലെ തന്നെ പേലോഡ് എന്ന് പറഞ്ഞ സെഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു APIയിൽ എന്തൊക്കെ ഡാറ്റയാണ് സെർവറിലേക്ക് പാസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊറി സ്ട്രിംഗ് പാരാമീറ്റേഴ്സിൽ എന്തൊക്കെയാണ്, പേജ് 1, ഐറ്റം പെർ പേജ് 10, സോർട്ട് ID, ഓർഡർ അസെൻഡിങ്, പിന്നെ സെർച്ച് ഫീൽഡ് നെയിം, അങ്ങനെ ഉള്ള കുറെ പാരാമീറ്റേഴ്സ് അയക്കുന്നുണ്ട്. അതിന് പ്രിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടുന്ന ഡാറ്റ നമുക്കൊരു പ്രെറ്റിഫൈഡ് ഫോർമാറ്റിൽ കാണാനുള്ള ഓപ്ഷനാണ് പ്രിവ്യൂ, അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കാണാൻ പറ്റും. എന്താണ് ഈ API തിരിച്ച് നമുക്ക് തന്നിട്ടുള്ളത്, ഒരു ഒബ്ജക്റ്റ് ആണ്, ജേസൺ ആണ്. ആ ജേസണിൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, അറേസ് ആണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ എന്താണ്, ഡിപ്പാർട്ട്മെന്റ്സിന്റെ ലിസ്റ്റ് ഒരു ഡാറ്റ എന്ന് പറഞ്ഞ കീഴില് ഈ ഒരു ഒബ്ജക്റ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ സക്സസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ട്രൂ ബൂളിയൻ ആയിട്ടും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു API കോൾസ് നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിന്റെ ടൈമിങ്സ് ഉണ്ടാവും, എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അതേപോലെ തന്നെ എത്ര സമയം എടുത്തു, അതായത് വെയിറ്റിംഗ് ഫോർ സെർവർ റെസ്പോൺസ് ടോട്ടൽ ടൈം എടുത്തത് 577.53 മില്ലി സെക്കൻഡ്സ് ആണ് ടൈം എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് എത്ര സൈസ് ഉണ്ട് ഈ ഒരു റെസ്പോൺസിന്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു API റിക്വസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ബ്രൗസറിൽ അത് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രൗസറിൽ എത്ര റിക്വസ്റ്റ് പോയി എന്നുള്ളത് ഒരു 16 റിക്വസ്റ്റിലുള്ള ഒരു റിക്വസ്റ്റ് ആണത്. അതിന്റെ സൈസ് എത്രയാണെന്നുള്ളത് 442 ബൈറ്റ് ആണ്, അല്ലെങ്കിൽ 26.9 കിലോബൈറ്റ് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ബ്രൗസറിന്റെ നെറ്റ്വർക്ക് ടാബിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ അജാക്സ് ഉപയോഗിക്കാനുള്ള മറ്റൊരു, ഈ അജാക്സ് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു മോണോലിത്ത് ആപ്ലിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഡാറ്റയും ചെയ്യുന്ന സമയത്ത് ഒരു പേജ് റീഫ്രഷ് ആകും. ഉദാഹരണത്തിന് നമ്മൾ എംപ്ലോയി പേജിൽ വന്നു കഴിഞ്ഞാൽ ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേജ് റീഫ്രഷ് ചെയ്ത് റീലോഡ് ചെയ്ത് വേറൊരു പേജിലേക്ക് പോയി, എന്നിട്ട് ഇത് സേവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും റീലോഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ പേജ് ലോഡിങ്, അപ്പോൾ കസ്റ്റമേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി അവർക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വരും. പക്ഷെ നമ്മൾ അജാക്സ് ആവുന്ന സമയത്ത് നമ്മൾ ഏത് പേജിലാണോ ഉള്ളത് ആ പേജ് നമുക്ക് അവിടെ എന്താവുന്നില്ല, റീലോഡ് ആവുന്നില്ല, ആ ഒരു ഏരിയ മാത്രം റീറെൻഡർ ആവും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ലിസ്റ്റിന്റെ പേജിലാണുള്ളത്. അപ്പൊ ഈ പേജിൽ വന്നിട്ട് ഇവിടെ ഈ പേജ് ഞാൻ ആഡ് ഡിപ്പാർട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിന്റെ ഒരു മോഡലാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ ജസ്റ്റ് നമ്മൾ കണ്ടന്റ് അവിടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ആ പേജ് ചേഞ്ച് ആയിട്ടില്ല. വേറൊരു നമുക്കൊരു ഫോം ജസ്റ്റ് തന്നു, അവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, അത് സേവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ പേജ് റീഫ്രഷ് ആവാതെ ജസ്റ്റ് ആ പോപ്പപ്പ് മാത്രം ക്ലോസ് ആയിട്ട് നമ്മൾ ആ സേവ് ചെയ്ത ഡാറ്റ നമുക്ക് സ്റ്റോർ ആയി നമ്മൾ പേജിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് അജാക്സ് വർക്ക് ചെയ്യുന്നത്. അജാക്സ് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അജാക്സ് ആണെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ, ഒരു ചെറിയൊരു ഏരിയയിൽ കമന്റ്, നമ്മൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ലോഡ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാണ്, ഒരു മോണോലിത്ത് ആയിട്ടുള്ള അജാക്സ് ഒന്നും ഉപയോഗിക്കാതെ ആയിട്ടുള്ള അപ്രോച്ചാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളൊരു കമന്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേജ് റീലോഡ് ചെയ്യും, വീണ്ടും നിങ്ങളുടെ എന്ത് ചെയ്യണം, പോസ്റ്റുകളൊക്കെ ലോഡ് ചെയ്യണം, കമന്റ് ലോഡ് ചെയ്യണം, എല്ലാം വീണ്ടും ലോഡ് ചെയ്യണം റീലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ അത് സെർവറിന് ബർഡൻ ആണ്. അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനെ കമന്റ് ഒക്കെ ലോഡ് ചെയ്യുമ്പോൾ പെർഫോമൻസിനെ ബാധിക്കും, സെർവർ ലോഡ് കൂടും, നമ്മളെ ഡാറ്റ പെട്ടെന്ന് തീരും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അജാക്സ് ഉപയോഗിക്കുന്നത്.